പാവപ്പെട്ട രോഗികളുടെ ആശ്വാസ കേന്ദ്രമായ വാഴക്കാട്ടെ KMCC ഹരിത സാന്ത്വനം ആതുര സേവന കേന്ദ്രത്തിന്റെ ധനശേഖരണാർത്ഥം വാഴക്കാട് പഞ്ചായത്ത് KMCC സംഘടിപ്പിക്കുന്ന തമർ ചാലഞ്ച് രജിസ്ട്രേഷൻ ഉദ്ഘാടനം ഹരിത സാന്ത്വനം പ്രസിഡന്റ് കൂടിയായ ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ഉൾപ്പെടെയുള്ള ഹരിത സാന്ത്വനത്തിന്റെ സേവനങ്ങൾക്ക് കൈത്താങ് നൽകുന്നതിനുള്ള തമർ ചലഞ്ച് വൻ വിജയമാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാവപ്പെട്ട രോഗികളുടെ ആശ്വാസ കേന്ദ്രമായ വാഴക്കാട്ടെ KMCC ഹരിത സാന്ത്വനം ആതുര സേവന കേന്ദ്രത്തിന്റെ ധനശേഖരണാർത്ഥം വാഴക്കാട് പഞ്ചായത്ത് KMCC സംഘടിപ്പിക്കുന്ന തമർ ചലഞ്ച് രജിസ്ട്രേഷൻ ഉദ്ഘാടനം ഹരിത സാന്ത്വനം പ്രസിഡന്റ് കൂടിയായ ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ഉൾപ്പെടെയുള്ള ഹരിത സാന്ത്വനത്തിന്റെ സേവനങ്ങൾക്ക് കൈത്താങ് നൽകുന്നതിനുള്ള തമർ ചലഞ്ച് വൻ വിജയമാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. KMCC ഹരിത സാന്ത്വനം എന്ന നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ എളിയ പ്രവർത്തകർ കൂടിയാണ്. ശരിക്ക് 10-12 വർഷത്തിലേറെയായി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. പരിമിതിയുണ്ട്, ഇവിടെ സ്ഥലമൊക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ സ്ഥലത്ത് വളരെ ഫലപ്രദമായി ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ, മെയിനായിട്ട് ഫിസിയോതെറാപ്പി തന്നെ, പിന്നെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങൾ, മറ്റ് പല ഉപകരണങ്ങളും അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കുക, അതുപോലുള്ള സഹായങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. മാത്രമല്ല ഇതിന് സ്ഥായിയായിട്ട് വരുമാനമൊന്നുമില്ല. തമർ ചാലഞ്ച് എന്ന നിലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പദ്ധതി കൊണ്ടുവന്നു. വലിയ സംഖ്യയൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ചൊരു സംഖ്യ കിട്ടി. അത് രോഗികൾക്ക് വളരെ ആശ്വാസമായി. ആസ്തിയൊന്നുമില്ലാത്ത സ്ഥാപനമാണല്ലോ. നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ഇതിനെ സഹായിക്കണമെന്നൊരു പുണ്യകർമ്മമാണെന്നും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്മ നേരുന്നു. വിശുദ്ധ റമളാനിലേക്ക് അറബ് നാട്ടിലെ കാരക്കയും പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസവുമേകാം എന്ന തമർ ചലഞ്ച് ക്യാമ്പയിനിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിലും വാഴക്കാട്ടെ ഹരിത സാന്ത്വനം തെറാപ്പി സെന്ററിലും ഓൺലൈൻ വഴിയും രജിസ്ട്രേഷൻ സ്വീകരിക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് റംസാന്റെ തലേ ദിവസം 3.5 കിലോ സുക്കരി കാരക്ക വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും ഇവിടെ വന്ന് ചികിത്സ നടത്താവുന്നതാണ്. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള നിബന്ധനകളോ മാനദണ്ഡങ്ങളോ ഇല്ല. രോഗികൾ സ്വന്തമായി പണം മുടക്കി ചികിത്സ നടത്താൻ കഴിയാത്ത ആളുകളാവുക എന്നുള്ളത് മാത്രമാണ് മാനദണ്ഡമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അപേക്ഷ നൽകുക. അത് രോഗികൾക്ക് വന്ന് അപേക്ഷ കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ രോഗികളുടെ ബന്ധുക്കളോ നാട്ടിലെ പൊതുപ്രവർത്തകരോ വന്ന് ഈ സ്ഥാപനത്തിലെത്തി അപേക്ഷ നൽകിയാൽ സ്ട്രോക്ക്, അതുപോലെ തന്നെ നട്ടെല്ല് തകർന്നവർ, അതുപോലെ പീഡിയാട്രിക് ബന്ധപ്പെട്ട തെറാപ്പി ആവശ്യമായവർ, അങ്ങനെ ഏത് രീതിയിലുള്ള തെറാപ്പിയും സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ വാഴക്കാട്ടെ KMCC ഹരിത സാന്ത്വനം ആതുര സേവന കേന്ദ്രം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഇതുമായി സഹകരിച്ച ആളുകൾ ഈ റമളാനിൽ ഇതിൻ്റെ പ്രചരണാർത്ഥം KMCC പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമർ ചാലഞ്ച് നടക്കുകയാണ്. കഴിഞ്ഞ വർഷം വളരെ വിപുലമായ രീതിയിൽ തമർ ചാലഞ്ച് വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങിയവരോടുള്ള നന്ദി സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തമർ ചാലഞ്ച് വഴി സൗദിയിലെ കാരക്ക നേരിട്ട് വിശുദ്ധ റമളാനിൽ നമുക്ക് ഇഫ്താറിന് വേണ്ടി കിട്ടുകയും അതോടൊപ്പം തന്നെ അതേ നിങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന വിലയേക്കാൾ കുറഞ്ഞാണ് ഈ 3 കിലോയുള്ള തമർ ചാലഞ്ചിൻ്റെ പാക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ആ തമർ ചാലഞ്ച് ക്യാമ്പയിൻ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസകരമായ രീതിയിലുള്ള ഒരു പങ്കാളിത്തം കൂടി നിങ്ങൾക്ക് അതിൽ നിർവഹിക്കാൻ കഴിയുമെന്നുള്ളൊരു ഒരു സാധ്യത കൂടി അതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റമദാനിൽ നടക്കുന്ന തമർ ചാലഞ്ച് KMCC ഹരിത സാന്ത്വനത്തിന്റെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹരിത സാന്ത്വനം സെക്രട്ടറി CK ഷാക്കിർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി RP ഹാരിസ്, ജിദ്ദ KMCC ഭാരവാഹി CC റസാഖ്, എക്സിൽ ജമാൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കരീം വെട്ടത്തൂർ, മുനീർ പുളിയേക്കൽ, തെറാപ്പിസ്റ്റ് വിഷ്ണു, മുഹ്സിൻ മപ്രം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.